നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല സോയ വെച്ചിട്ട് പെപ്പർ മസാലയാട്ടാ. അപ്പം ഞാൻ എങ്ങനെയാണ് സോയ പെപ്പർ മസാല ഉണ്ടാക്കണേന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നോക്കിയേ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം സോയാണ് എടുത്തുള്ളത്. സോയ നമുക്ക് മീഡിയം, ലാർജ് അങ്ങനെ വലിയ വലിപ്പത്തിലും ചെറുപ്പത്തിലൊക്കെ നമുക്ക് സോയ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇത്തിരി വലിപ്പമുള്ളതാണ് എടുത്തുള്ളത്. നമുക്ക് വേണമെങ്കിൽ അതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതവിടെ ഇരിക്കട്ടെ. അതിന് മുന്നേ നമുക്ക് നമ്മുടെ സോയ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നോക്കിയാൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്ക് നമ്മുടെ സോയനെ തിളപ്പിക്കാൻ വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഒക്കെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ആ പേസ്റ്റിന് നമ്മളിപ്പോൾ എടുക്കണത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യം ഇഞ്ചി പച്ചമുളകൊക്കെ മുറിച്ചിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇഞ്ചി പച്ചമുളകൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ സവോളി നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം അങ്ങനെയോടെ കടിക്കുന്നതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണമാക്കി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ പേസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയി വന്ന സമയത്ത് തന്നെ നമ്മുടെ സോയ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ വെള്ളം മാറ്റി വെക്കണം. അപ്പോൾ നോക്കിയേ, ചൂടിൽ പോയിട്ട് കൈ മുക്കരുത്, കൈ പൊള്ളിപ്പോവും. ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം വാറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചട്ടി വെച്ചിട്ട് അപ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചോ. എന്താണെന്ന് വെച്ചാൽ മൺചട്ടി നന്നായി ഡ്രൈ ആയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒത്തിരി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൽ നല്ല ജീരകവും പെരിഞ്ചീരകമാണ് ഇടുന്നത്. ഞാനിവിടെ അങ്ങനെയോടെയാണ് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ താല്പര്യം പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ചീരക പൊടി ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളിയൊക്കെ പേസ്റ്റ്, അപ്പോൾ ആ പേസ്റ്റ് ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ നന്നായിട്ട് മൂപ്പിക്കണമെന്നില്ല കേട്ടോ. നല്ല ബ്രൗൺ കളറൊന്നും ആക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ, പച്ചമണം പോണ വരെ. അപ്പോൾ ആ പച്ചമണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സവാള പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ പേസ്റ്റ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സവാളയുടെയും പച്ചമണം മാറണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന, അതായത് ചൂടുവെള്ളത്തിൽ നിന്ന് നമ്മൾ വെള്ളം കളഞ്ഞിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സോയ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതെന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോയയിലേക്ക് നമ്മുടെ എക്സ്ട്രാ സവാളയിലും ബാക്കിയുള്ളതിലൊക്കെ വെള്ളം ഉണ്ടാവില്ലേ, ആ സോയ നമ്മളെ അതൊക്കെ വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയുടെ ടേസ്റ്റ് നമ്മുടെ സോയയുടെ ഉള്ളിൽ കിട്ടും. അഥവാ സോയ ലാസ്റ്റാണ് ഇടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയ വലിയൊരു രസം ഉണ്ടാവില്ല, അതിൻ്റെ മസാലയുടെ രസമൊന്നും എനിക്ക് പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ സോയാബീൻസ് ഇങ്ങനെ ഇതിലേക്ക് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണം എന്നിട്ട് ഉപ്പ് നോക്കണം. നമ്മളിതിൽ തക്കാളി സോസിന് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ബാലൻസ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി സോസിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ റെഡ് ചില്ലി പൗഡർ ഇടണില്ല കേട്ടോ. അതിന് പകരം നോക്കിയേ കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് കറിയല്ലേ നമ്മൾ ഉണ്ടാക്കണേ, ഡ്രൈ കറിയല്ലേ. അപ്പോൾ നോക്കിയാൽ ഒരു 2 ടീസ്പൂൺ നിറവ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് എരിവ് അധികമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ, അപ്പോൾ എരിവ് കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കുരുമുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വാടാ. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഒരു 2 ടീസ്പൂണ് തക്കാളി സോസ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സോസ് ഒഴിച്ച ആ പാത്രത്തിൽ തന്നെ നമുക്ക് 1-2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സോയ വെവുകയും ചെയ്യും. സോയ ഓൾറെഡി വെന്തിട്ടുണ്ട്. നമ്മുടെ മസാല ഒന്നും കൂടി വെന്ത് ഈ സോയയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരുന്നോളൂ കേട്ടോ. ഇനി നമുക്ക് എന്ത് വേണം, ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേണം വേവിക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ നോക്കി ഇവിടെ ഞാനൊരു 2 കപ്പ് നേരത്തെ തക്കാളി സോസ് എടുത്ത പാത്രത്തിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചാൽ മതി. ബാക്കിയുള്ള സമയം നമുക്കിതിനെ തുറന്ന് വെച്ചിട്ട് ഇനി ഒന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഈ ഡ്രൈ ആക്കി എടുക്കുന്നതിലാണ് നമ്മുടെ സോയയുടെ ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സോയ ഇട്ട കാരണം സോയയിൽ കംപ്ലീറ്റ് വെള്ളവും കുടിച്ചിട്ടുണ്ട്. നമ്മുടെ മസാലകളുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ സോയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണവും ഒരു രുചിയും കേട്ടോ. ഇനി അഥവാ ലാസ്റ്റ് നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അഥവാ ഓയിൽ താല്പര്യം ഇല്ലെങ്കിൽ ആ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തോ കേട്ടോ. ഇനി നമുക്ക് സ്വാദിഷ്ടമായി നമ്മുടെ സോയ കുരുമുളക് ഡ്രൈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമുക്കിത് ചപ്പാത്തി കൂടെയോ പത്തിരിയുടെ കൂടെയോ ഈവൻ നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. വെറുതെ ഇരുന്ന് സിനിമ കാണുമ്പോഴായിരുന്നു നമുക്കിരുന്ന് കഴിക്കാം. അത്രയും നല്ല ടേസ്റ്റിന് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. ബായ്.